रहा है, बोलो बोलो। ये साला इतनी अच्छी बाइक लेके हम घूमते हैं, ये क्या ये इसको निकालने में आधा घंटा लगाने में। अगली बार से ना साला मैं मेरे टाइगर के डब्बे लेके घूमूंगा जो ना टक टक मार के आराम से फ्री। ये सब नहीं लेना सर, चिल्ली देख क्या गरीबी दिखती है, जाके देख ये देखिए ये कार्डबोर्ड लगा के घूम रहा है। ये हमारी देखिए जी। We lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust's gentle flow. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. Among constellations, we'll find our way. Through the celestial symphony, we'll sway. With every step, we leave our cares behind. In this celestial ballroom, love's defined. Caught in the spell of the cosmic night, the fantasies bloom in the pale moonlight. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഒരു സ്വാഗതം. ഞാനിപ്പോൾ നാക്കോയിൽ നിന്ന് തിരിക്കാനുള്ള പ്ലാനിലാണ്. രാവിലെ ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ആ പണി എന്താണെന്നുള്ളത് ജെമിൻ തന്നെ നിങ്ങളോട് പറയാൻ എൻ്റെ കൂടെ വരുന്നത്. പുള്ളിക്ക് രാവിലെ ഡ്രോൺ പറത്തിയ വഴി ഒരു നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ആ പണി ഞങ്ങൾ പോകുന്നവരെ, ഇനി എത്തിച്ചേരുന്നവരെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് കൂടെ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ പറ്റിയെന്നുള്ളത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പോകുന്ന ടാബോയിലോട്ടാണ്. ടാബോയിലോട്ട് പോകുന്ന വഴിക്ക് 2 സ്ഥലത്ത് ഞങ്ങൾ കയറുന്നുണ്ട്. ആ സ്ഥലം കുറച്ച് കാണേണ്ടതാണ്. അത് നിങ്ങളെയും കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഓക്കെ, ലഗേജ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി കയറിയിട്ട് ഇവിടെ ഒരു മോണസ്ട്രി ഉണ്ട്. ആ മോണസ്ട്രിക്ക് അകത്തോടെ ഒന്ന് കറങ്ങി നമുക്കങ്ങനെ പുറത്തോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ആസ് യൂഷ്വൽ ഇന്ന് ലേറ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചാങ്കോ കോംബ്ലാൻ ക്യാത്ത ജഗ ചാങ്കോ ഗോംബ. ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എൻ്റെ വായി നിൽക്കത്തില്ല. പറ്റുന്ന പോലെ പറയും ചാങ്കോ ഗോംബ. ഒരു 27 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പോവാണ്. ചാങ്കോ കോംബ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. വഴിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ കുറേ KTMൻ്റെ ബൈക്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു KTMൻ്റെ എന്തോ എക്സ്പെഡീഷൻ സ്പിറ്റി നടക്കുകയാണ്. കംപ്ലീറ്റ് KTM 390 അഡ്വഞ്ചർ ആയിരുന്നു. എല്ലാം മേലെ നിന്നിട്ട് ഇപ്പോൾ പാർക്കായിട്ടുണ്ട്. അവർ ഇന്ന് വന്നവരാണ്. ഹോട്ടലിൽ നിന്നിട്ട് നാളെ ആയിരിക്കും അവർ പോവുക. അപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു ബാഡ് ന്യൂസ് വന്നു. എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു പയ്യൻ, അവന് എക്സ്പയർഡായി. സൂററ്റിൽ നല്ല പയ്യനായിരുന്നു. ഒരു എന്താ പറയുന്ന ഒരു അനിയനെ പോലെയായിരുന്നു. കാരണം രാവിലെ മൂഡ് വല്ലാതെ സ്പോയിലായിപ്പോയി. ഇനിയിപ്പോൾ കുറച്ച് വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ ശരിയാവണം. ജെമിൻ വന്നില്ലല്ലോ, ഞാനങ്ങ് പോരുകയും ചെയ്തു. നല്ല പയ്യനായിരുന്നു. ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉള്ളൊരു പയ്യനായിരുന്നു. അവനെ എല്ലാവരും ക്രിക്കറ്റ് പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു പയ്യനായിരുന്നു. പക്ഷെ എന്തോ പറയാനാ, രാവിലെ ബാഡ് ന്യൂസ്. ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഗൗരവ് രാവിലെ അല്ല, അവനിപ്പോൾ ഇപ്പോഴാണ് വിളിച്ചെന്നോട് പറഞ്ഞു. അവൻ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ ചിലപ്പോൾ നോക്കിക്കാണുമെന്ന് കരുതി വിളിച്ചു പറഞ്ഞതാ. പോട്ടെ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് ടാബോയിലോട്ട് പോവുകയാണ്. ഞങ്ങളവിടെ ഒരു മോണസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഈ ഒരു സംഭവത്തിൻ്റെ ഇതിൽ ഞാനും അങ്ങ് വിട്ടുപോയി. അവിടെ നിന്ന് പോയിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. മോണസ്ട്രി എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ ഇവരുടെ. ഓ മൈ ഗോഡ്, എനിക്ക് തോന്നുന്നു ഇവരുടെ മോണസ്ട്രിയുടെ വെൽക്കം കവാടമായിരുന്നു, എൻട്രൻസ് ആയിരുന്നെന്ന് തോന്നുന്നേ. മോണസ്ട്രി YS അത് മോണസ്ട്രിയുടെ എൻട്രൻസ് ആയിരുന്നു. ഇപ്പോൾ ഇച്ചിരി പുറകിൽ കണ്ടത്. ഹിയർ ഈസ് ദ മോണസ്ട്രി സ്കൂളാണോ? വെഹിക്കിൾ जाएगा जा रहा है. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams,
dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust's gentle flow. Dancing in the stars. ഇതാണ് ഈ മോണസ്ട്രി എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്, പാർക്കിംഗ് ഫീസ് കൊടുക്കണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേ ഞങ്ങൾ നിൽക്കുന്നില്ല, ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയാണെന്ന്. പക്ഷേ ഇവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും ഇവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്ന് എന്തായാലും തിരിക്കുകയാണ്, കാരണം ടൈമും കുറച്ച് ലേറ്റായി, ബാക്കി 2 സ്ഥലത്ത് പോകാനുമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, കാണുന്നത് കണ്ടിന്യൂ ചെയ്യുക, വീഡിയോ കാണുന്നത് കണ്ടിന്യൂ ചെയ്യുക, ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ തരാം. ഞങ്ങൾ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോണസ്ട്രിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. മോണസ്ട്രി ഉള്ളിൽ കയറിയില്ല, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇത് 1000 വർഷം പഴയ മോണസ്ട്രിയാണ്. ഇവിടെ ഹിമാചലിൽ മൊത്തം 108 മോണസ്ട്രി ഉണ്ട്. ഇതിനകത്ത് കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് പോകാനുള്ള വഴി ഇത് ഈ വഴിയിലാണ് നമുക്ക് ഉള്ളോട്ട് പോകേണ്ടത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡല്ല. നമ്മളതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾ അകത്ത് പോയി എന്തായാലും കാണാം, കണ്ടിട്ട് നിങ്ങൾക്ക് ബ്രീഫായിട്ട് നമുക്ക് ഞങ്ങളൊരു എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും ഇതിനെപ്പറ്റി. പിന്നെ ബാക്കി പുറത്ത് വന്നു കഴിയുമ്പം അവരുടെ ഒരു ഹോസ്റ്റലും പിന്നെ ഒരു ഹാളും കാണും. അത് കണ്ട് മോണസ്ട്രിയാന്ന് കരുതി ആരും പോകരുത്. ഈ സൈഡിൽ കൂടെയാണ് വഴി. അതിപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴി നമുക്ക് പറഞ്ഞു തരും. ഈ വഴിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും. പക്ഷേ നോ ക്യാമറ അലൗഡ്. അപ്പോൾ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ദെൻ ബാക്കി ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് വഴിയിൽ വീണ്ടും കാണാം. ബൈ. രാവിലെ ഒരു പശു നമ്മളെ പേടിപ്പിച്ചു. ഞങ്ങൾ മോണസ്ട്രിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോണസ്ട്രി പോയി കേട്ടോ, അകത്ത് കയറി. അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല. അവർ ദിവ്യമായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളല്ലേ, അവിടെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ മിണ്ടാതൊക്കെ പോയിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഗുഡ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ നോ ഇഷ്യൂസ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നല്ലതാണ്, എല്ലാവർക്കും വരുന്നവർ കാണാം. അത് കറക്റ്റായിട്ട് ചോദിച്ച അകത്ത് കയറി പോകണം. പുറത്ത് വന്ന് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് പോകരുത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ടാബോയിലേക്ക് പോവാണ്. ടാബോയിൽ പോകുന്ന വഴി 2 സ്പോട്ടുണ്ട്. ആ 2 സ്പോട്ടിൽ ഒരു സ്പോട്ടിൽ കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ലെറ്റ്സ് സീ. ആ സ്ഥലം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust's gentle flow. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. Among constellations, we'll find our way. Through the celestial symphony, we'll sway. With every step, we leave our cares behind. In this celestial ballroom, love's defined. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of നമ്മൾ ആ കയറിയ മലയെല്ലാം ഇനി താഴെ ഇറങ്ങി തുടങ്ങി. എന്താ കോഴിയും കൊണ്ട് പോകുന്നത്? എവിടെ പോവാ? ആഹാ, കയറിയ മലയെല്ലാം ഇനി താഴോട്ട് ഇറങ്ങുവാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ആഹാ, ടാബോ ഹൈറ്റ്സ് ഹോട്ടൽ. ഓ ടാബോ. ഓ ബ്യൂട്ടി ബ്യൂട്ടി. ആ റോഡ് നോക്കി, എവിടെ നിന്നൊരു ഡ്രോൺ നമ്മളെ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്താ വ്യൂ എന്ന്. കാറ്റ് ഭയങ്കരമായതുകൊണ്ട് ഡ്രോൺ നമുക്ക് പറത്താൻ പറ്റത്തില്ല. ഇന്നലെയാണ് ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളിൽ നിന്ന് നാക്കോ വില്ലേജിൻ്റെ കംപ്ലീറ്റ് ഡ്രോൺ ഷോട്ട് എടുത്തായിരുന്നു. അത് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഹോ, താഴോട്ട് നോക്കണമെന്നുണ്ട്, പക്ഷെ നോക്കിയാൽ ചിലപ്പോൾ താഴോട്ട് പോയാലോ. Underneath the sky painted
live with dreams. We're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know. അങ്ങനെ ലാസ്റ്റ് ഇത് കണ്ടോ, റോഡിലാണ് നമ്മൾ പോകുന്നത്. നല്ല കിടുക്കാച്ചി ഓഫ് റോഡ് എന്ന് വെച്ചാൽ മെറ്റലിട്ടിരിക്കുകയാണ്. റോഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുക, റോഡിൻ്റെ പണി നടക്കുകയാണ് ഇവിടെ. നമുക്ക് താഴെ വരെ ഇത് തന്നെയാ. ഓ മൈ ഗോഡ്. വീഴരുത്. പൊട്ടെ യാ. പാച്ചസ് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. അയ്യോ, ഓഫ് റോഡ് ചെയ്തപ്പോഴത്തെ ക്ഷീണിച്ച്. ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയോ, ഇതിനകത്തോടെ പറപ്പിച്ചങ്ങ് വിടുക. അയ്യോ, dreams we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ എൻ്റെ നല്ലൊരു ജീവൻ അങ്ങ് പോയി. ഇന്ന് വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ കാണുന്നവർ പേടിക്കും, പക്ഷെ അങ്ങനൊന്നുമില്ല. നെറ്റിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഓടിക്കാൻ, ബട്ട് ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പോൾ എനിക്ക് എൻ്റെ മോഡ് ചേഞ്ച് ചെയ്യണം. ഈ കാണുന്ന ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും താഴെ എത്തണം. താഴെ കണ്ട റോഡ് ആ നദിയുടെ അടുത്ത് എത്തണം. ഈ റോഡൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വ്യൂസ് ഉണ്ടോ അവിടെ നിന്ന് അങ്ങനെ വളഞ്ഞ് അങ്ങ് താഴെ പോകണം. ജൈമിന് എന്നാ പറ്റി? പുള്ളിയുടെ കയ്യിൽ മുറിവ് പറ്റിയായിരുന്നല്ലോ രാവിലെ നമ്മൾ ഡ്രോണിൻ്റെ ലീഫ് അടിച്ചിട്ട്. അത് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു. ആ ഗ്ലൗസ് ഇരുന്നിട്ട് കുറച്ചുകൂടെ എന്താ പറയുക, ഗ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ അറ്റമില്ലേ വിരലുണ്ടേ, കുറച്ച് സീൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളതുകൊണ്ട് 2 ദിവസം എന്തായാലും നിൽക്കും. നിന്ന് അതൊന്ന് ഡ്രൈ ആയിട്ടേ പിന്നെ പോകത്തുള്ളൂ. As we twirl in the magic of the cosmic light, the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echo. ठीक है, जा रहा हूँ. ഫൈനലി ഞാനവിടെ എത്തി. ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ എൻട്രൻസ്. ഒന്നും മനസ്സിലാകുന്നില്ല. മൊണസ്ട്രി പോലൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ മുകളിൽ പോയി നോക്കട്ടെ. അവിടെ അല്ല, ഇനി കുറേ പോകണമെന്ന് തോന്നുന്നു. നമ്മളുടെ യാത്രയിൽ ഓഫ് റോഡുകൾ തീരുന്നില്ല. ഇതൊന്നും ഒരു ഓഫ് റോഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇച്ചിരി മുന്നേ ആ മെറ്റലിനകത്തൂടെ വന്നപ്പോഴായിരുന്നു എൻ്റെ പൊന്നോ. टूशी चांगो मोनास्ट्री. अरे इधर बोर्ड रखा है. ये क्या बोर्ड रखा है? टूशी चांगो मोनास्ट्री. ऐसा है? मैं आ गया, अभी चाहिए, साथ में ही है. ഇനി ഒരു 1.5 കിലോമീറ്ററൂടെ നമുക്ക് പോകാനുണ്ട്. അവിടെ ചെന്നിട്ട് ഇനി ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം.
ഇവിടുത്തെ റോഡുകൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്ത് ചെറിയ റോഡുകളാണെന്ന്. ഇത് ടാങ്കോ എന്ന് പറഞ്ഞ വില്ലേജായിരുന്നു. വില്ലേജിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എനിക്ക് വെള്ളം വന്ന് ഇവിടെ ഓഫ് റോഡ് പാച്ച് ആകുന്നതാണ്. മേലേന്ന് മലമോളിൽ നിന്നുള്ള വെള്ളം വന്ന് വീണിട്ട് ഇവിടെ എല്ലാം ഇതുപോലെ പാച്ചസ് ആകുന്നതാണ്. ഇഷ്ടപ്പെട്ട് ഈ ചെറിയ റോഡിൽ ഇത്രയും ഓഫ് റോഡും ചെയ്ത് എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ ഈ മോണസ്ട്രി 500 വർഷം പഴക്കമുള്ള ഒരു വീലുണ്ട്. ആ വീല് കറക്കിയിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി കൂടെയാണ് ഞാനിപ്പം ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ വന്നത്. ആ മോണസ്ട്രി हाँ जैमिन रिटर्न इधर से रोड नहीं है. अच्छा वो हॉस्पिटल वाला एक बोर्ड लगाया है उधर से. हाँ 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 सीधा जाना चाहिए. वो आएगा अभी आएगा. गुजरात आप लोग देना चाहिए हम लोग को. आप लोग देना चाहिए ना. अभी एप्पल हुआ नहीं देखो यार. अरे हम लोग भी काम कर रहा है. ये हमारा काम है. अभी रिटर्न एकदम नीचे जाना पड़ेगा ना. नीचे नहीं उतरना पड़ेगा. हाँ जहाँ ट्रेन मारना है. हाँ उधर एक बोर्ड रखा था हॉस्पिटल का. हॉस्पिटल नीचे है ना. हाँ आप रोड से ही आए. कहाँ से ऊपर को जा रहा है ना. ठीक है कोई बात नहीं. അപ്പോൾ ഇവരെന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മിസ്റ്റേക്കായി വന്ന വഴിയെന്ന്. അയ്യോ ജാമീൻ അങ്ങ് പോവുകയും ചെയ്ത്. തിരിച്ചു വരുന്നുണ്ട്. समझ रहा है वो लोग कुछ पैसा मांग रहे हैं. ഇവർ നമ്മളോട് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾ ഇവിടെ വരെ വന്നതല്ലേ കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോകുന്നൊക്കെയാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പൂവൊക്കെ കൊണ്ട് തന്നു. ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോവാം. അവർ വീട്ടിൽ വന്ന് താമസിക്കുക. അടുത്ത വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആപ്പിളൊക്കെ കഴിക്കാം വരണമെന്നൊക്കെ നമ്മളെ അവർ വെൽക്കം ചെയ്യുമായിരുന്നു. ഭയങ്കര സന്തോഷമായി. ഓക്കെ ബായ് മിൽത്തെ. ക്യാ നാം ഹൈ ആപ്കാ. പവൻ. ഓക്കെ ബായ്. അവർ തന്ന പൂ കണ്ടില്ലേ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. പൂവൊക്കെ മുറിച്ച് തന്നിട്ട് ഭയങ്കര സന്തോഷമായി. അവർക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. പിന്നെ നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതെന്താണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ വന്ന റൂട്ട് തെറ്റായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു എന്താ പറയുക ഇവിടെയുള്ള വില്ലേജിലുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അല്ലാതെ ഇപ്പം നമ്മളിപ്പം കല്ലുകൊണ്ടോ പാറ കൊണ്ടോ കെട്ടിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ടോ കെട്ടിവെച്ചിരിക്കുന്ന എന്തെങ്കിലും കാണുന്നതിനെക്കാട്ടിലും സന്തോഷം നമുക്കിങ്ങനെ മനുഷ്യരെ കാണുന്നതും പുതിയ എന്താ പറയുക ബന്ധങ്ങളുണ്ടാകുന്നതും അല്ലേ, സുഹൃത്ത് ബന്ധങ്ങൾ. ഇപ്പോൾ അടുത്ത പോലെ ഇനി നമ്മൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ വന്ന് ഇവരുടെ കൂടെ നിന്ന് ഒരു ദിവസമൊക്കെ നിന്ന് ആപ്പിളൊക്കെ തിന്ന് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. താഴെ കൂടെ വഴിയെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞ് നമുക്കെന്തായാലും പോയി നോക്കാം. കുറച്ച് ദൂരം കുറച്ച് മുകളിൽ കയറേണ്ടി വരും. നമുക്ക് പോയി നോക്കാം. ഈസിലൂടെയാണ് വണ്ടികൾ വരികയും പോവുകയും ചെയ്യുന്നത്. പക്ഷെ അവർ തമ്മിൽ വഴക്ക് ബഹളമൊന്നുമില്ല. ഇപ്പോൾ ആ ടയർ ഓൾറെഡി അവിടെ വരയുന്നു. ഓ മൈ ഗോഡ് ടയർഡായി കേട്ടോ. നല്ല ക്ഷീണം. ഇതായി ഈ മണി കണ്ടിട്ടുണ്ടോ ഈ കറക്കി വിടുന്നത്. ഇതെല്ലായിടത്തും ഉണ്ട്. ഇതുപോലത്തെ ആയിരിക്കും അവിടെയുള്ള വീല്. വലിയ വീലെന്ന് പറഞ്ഞേ. അല്ല ഞാൻ ഉദ്ദേശിച്ച പോലത്തെ വീലല്ല. ഓക്കെ ഇപ്പോഴാണ് മനസ്സിലായേ. ഈ വീലായിരിക്കും അവിടുത്തെ വീല്. ഓൾറെഡി ഞങ്ങളുടെ സ്റ്റേ എല്ലാം ഇപ്പോൾ ടാബോയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ലേറ്റായിട്ട് ചെന്നാലും കുഴപ്പമില്ല. എന്നാലും ഒരു 5-6 മണിക്കുള്ളിൽ ചെല്ലണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 4 മണി ഇവിടുന്ന് എന്തായാലും ഇറങ്ങുമ്പോൾ 5 മണി എന്നാലും എത്തത്തില്ല.
ഇരുട്ടായി പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി ഞങ്ങളവിടെ മേലെ ചെന്നപ്പം വഴി അടച്ചേക്കാണ്. നമുക്കവിടെ ഇപ്പോൾ പെർമിഷൻ ഇല്ല അങ്ങോട്ട് പോകാൻ. എന്തോ പണി നടക്കുന്നതാണ്, അങ്ങോട്ട് വഴിയില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ തിരിച്ചു പോരുന്നു. ഇനി ഏതെങ്കിലും തവണ ഇവിടെ വരുമ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ തുടങ്ങി സൈഡ് മേലൊക്കെ സ്പിറ്റി എക്സ്പെഡീഷനിൽ ആദ്യത്തെ സ്പിറ്റി ബോർഡ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ ഇപ്പം മേളിൽ വന്നിട്ടുണ്ടാവും, നിങ്ങൾ കാണുക. നല്ല നൈസ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ടാബോ ലോസർ കൗറിക് കാസ ടാബോയുടെ മുന്നിൽ, ടാബോയ്ക്ക് മുന്നേ നമുക്ക് മറ്റൊരു മോണസ്ട്രി കിട്ടും. അവിടെയാണ് 400 വർഷം പുരാതനമായ മമ്മിയുള്ളത്. ഇപ്പോൾ കണ്ടത് വെൽക്കം ടു ഗ്യൂ വില്ലേജ്. അപ്പോൾ ഗ്യൂ മോണസ്ട്രിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. ആ 10 കിലോമീറ്റർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യൂ മോണസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 400 വർഷം പഴക്കമുള്ള മമ്മിയെ കാണാം. ഞങ്ങളുടെ മുന്നിൽ കുറേ വണ്ടി പോയിട്ടുണ്ട്. കുറേ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ATMൻ്റെ എക്സ്പെഡീഷൻ, സ്പിറ്റി എക്സ്പെഡീഷൻ്റെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അവർ റൂട്ടിൽ തന്നെ പോയി. അവരുടെ ബാക്കപ്പ് വെഹിക്കിളാണ് ആ പുറകെ പോകുന്നത്, സപ്പോർട്ട് വെഹിക്കിൾ. എനിവേസ് നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. 2 ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നോ, അമ്മാതിരി ഓഫ് റോഡ്. ഇനി 1 കിലോമീറ്റർ കൂടെ പോകണം, 1 കിലോമീറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ KTMൻ്റെ ബൈക്കേഴ്സ് ഒന്നും ഞാൻ പറഞ്ഞില്ല, അവർ അവരുടെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ നടക്കുകയാണ്. അത് കഴിയുന്നവരെ ഞങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മുകളിൽ വന്നിട്ട് ഇവിടെ ചെറിയൊരു തട്ടിക്കൂട്ട് ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടി. തട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല, അടിപൊളിയാണ്. അവർ ഞങ്ങൾക്ക് മോമോസ് ഉണ്ടാക്കി തന്നു. മോമോസ് കഴിക്കണം, നല്ല വിശപ്പുണ്ടായിരുന്നു. മോമോസ് കഴിക്കുകയാണ്. അതിനിപ്പോൾ എനിക്ക് ബ്ലാക്ക് ടീയും പുള്ളിക്ക് ചായയാണ്. പുള്ളിക്ക് അർജൻറ്റായിട്ട് ഒന്നിന് പോകണം, അങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് മോമോസ് എൻ്റെ കംപ്ലീറ്റ് ചെയ്ത് ചായയും കുടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല 400 വർഷം പഴയ മമ്മി ഉണ്ടെന്ന്, അവിടേക്ക് പോയി ആ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഇവിടെ ഡ്രോണൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ, കാരണം ഇവിടെ ബങ്കേഴ്സ് ഉണ്ട് ആർമിയുടെ. അപ്പോൾ പിന്നെ ഡ്രോണൊന്നും ഞങ്ങളിവിടെ പൊക്കുന്നില്ല, ഡ്രോൺ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്തിനാണ് നമ്മുടെ നിയമങ്ങളെ ഒരിക്കലും വെല്ലുവിളിക്കാൻ പാടില്ല. എൻ്റെ മുടിയെ കണ്ടോ, മൊത്തം മണ്ണാണ്. ഇവിടെ വന്ന് കുറേ നേരം നിന്നപ്പോഴത്തേക്ക് മൊത്തം മണ്ണും പൊടിയെല്ലാം അടിച്ച് കയറി. ഇനി വീട്ടിൽ ചെന്ന് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഞാനെന്നായി മോമോസൊക്കെ തിന്നു, മോമോസ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ പോയിട്ട് ആ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിമാചൽ പ്രദേശ് ഗ്യൂ എന്ന് പറയുന്ന വില്ലേജാണ്. അത് ടാബോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 27 കിലോമീറ്റർ ദൂരെ ആയിട്ടാണുള്ളത്. ഇവിടെ ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ പുറകിൽ ആൾക്കാരെല്ലാം വന്നിട്ട് അവിടെ ഒരു റൂമിനുള്ളിൽ കയറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഒരു മമ്മി, അതും സെൽഫ് മമ്മിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം അവർ മമ്മി ആയതാണ്. അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ 2-3 ഇയേഴ്സ് ആയുർവേദിക് മെഡിസിൻസ് കഴിച്ചിട്ട് ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കും. ഫാറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ ആവത്തില്ല. അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ അവർ മണ്ണിലൊരു കുഴിയെടുത്തിട്ട് അതിനകത്ത് എന്താ പറയുന്നത്, തടിയൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ അവർ കഴിയും. എന്നിട്ട് അവരൊരു പൈപ്പ് മാത്രം മേലേക്ക് ഇട്ടേക്കും. അങ്ങനെ അവർ ആ കൊഫിൻസിനകത്ത് എന്ന് വെച്ചാൽ ഒരു വുഡൻ ബോക്സാണ്, അതിനുള്ളിൽ ഇരുന്നിട്ട് ആണ് അവരുടെ പിന്നെയുള്ള ജീവിതം. അതിൽ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടാവും ഓക്സിജന് വേണ്ടി, പിന്നെ ഒരു ബെല്ലുണ്ടാവും. ആ ബെല്ല് അവർ എത്ര ദിവസം അടിക്കുന്നുണ്ടോ അത്രയും ദിവസം മേലെ ഉള്ളവർക്ക് മനസ്സിലാവും അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു ദിവസം ആ ബെല്ല് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ മരിച്ചു പോയി എന്നുള്ള കാര്യം. പുള്ളിയുടെ പേര് ശങ്കാങ് ടെൻസിൻ എന്നാണ്. ഈ സെൽഫ് മമ്മിഫിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വൺസ് ബെല്ല് അടിക്കുന്നത് നിന്നിട്ടുണ്ടായ ബെൽ സൗണ്ട് വന്നില്ലെങ്കിൽ സെൽഫ് മമ്മിഫിക്കേഷൻ സ്റ്റാർട്ടായി. 1875 ഉണ്ടായ എർത്ത് ക്യൂക്കിൽ ഇത് ഡിസ്കവറായി. ഇപ്പോൾ ഇതിവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അവരിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വരികയാണെങ്കിൽ ഞാനതിനെ കാണിച്ചു തരാം. ഇതിൻ്റെ നഖവും മുടിയും പല്ലും ഇപ്പോഴും വളരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർ കഴിച്ച ആയുർവേദ മെഡിസിൻസിൻ്റെ, അവരെന്താ ആയുർവേദ മെഡിസിൻസ് കഴിച്ച ഡീറ്റെയിൽ ഒന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളവർ പറഞ്ഞുള്ള നോളജാണ് എനിക്കുള്ളത്. ആ ആയുർവേദ മെഡിസിൻസിൻ്റെ കാരണം കൊണ്ട് ഇപ്പോഴും അവരുടെ പല്ലും നഖവും മുടിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അകത്തേക്ക് ഞാൻ ആ ക്യാമറ ഒന്ന് കാണിച്ചു തരാം. The stars align, we lose ourselves in the rhythm divine. Underneath the sky painted
live with dreams. We're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust. ഇത് ഒരുപാട് പേർക്ക് ഈ സ്ഥലം അറിയത്തില്ല. നിങ്ങൾക്ക് എന്തായാലും സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ എപ്പോൾ വന്നാലും ഒരിക്കലെങ്കിലും ഇത് വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് പോവുക. ഇത് നല്ലൊരു ഏരിയ ആണ്. ഇതിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം നല്ലതാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഇത് വിസിറ്റ് ചെയ്യുക. ഇന്ത്യയിൽ ആകെ ഒരേ ഒരു മമ്മിയാണുള്ളത്, അതും സെൽഫ് മമ്മിഫിക്കേഷൻ ചെയ്ത മമ്മി. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ഞാൻ തന്നെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. And we will sway with every step we leave our cares behind. In the midnight glow where the stars align, we